Hi everyone, this is Evin from Evica. അങ്ങനെ നമ്മുടെ iOS 17.4.1 എന്നുള്ള ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾ ഒരു ബീറ്റ ടെസ്റ്റ് റണ്ണർ ആണെങ്കിൽ പോലും ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടാണ് എല്ലാ ബീറ്റ ടെസ്റ്റ് റണ്ണേഴ്സിനും വന്നിരിക്കുന്നത്. ആ ഒരു അപ്ഡേഷനിൽ നിങ്ങൾക്കൊരു 5.75 GB സൈസും നോൺ ബീറ്റ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 350 മുതൽ 450 വരെ ആയിരിക്കും ആ ഒരു അപ്ഡേഷൻ്റെ സൈസ് വരാനുള്ള കാരണം. അതോടൊപ്പം തന്നെ ആപ്പിൾ കുറച്ചധികം പുതിയ അപ്ഡേഷൻസും റിലീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വാച്ച് ഓസിൻ്റെ പുതിയ അപ്ഡേഷനും വന്നിട്ടില്ല, അതേപോലെ നമ്മുടെ മാക്കിനും പുതിയ അപ്ഡേഷൻസ് വന്നിട്ടില്ല. തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ നമ്മുടെ ജനറൽ ഓപ്ഷൻ പോയിട്ട് നമ്മുടെ എബോട്ട്സിൽ പോവുക. ഇവിടെ നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും iOS 17.4 21E236 എന്ന ഇതാണ് ഈ ഒരു അപ്ഡേഷൻ്റെ ഒഫീഷ്യൽ ബിൽ നമ്പർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് പുതിയൊരു മോഡേൺ ഫേംവെയർ ലഭിക്കുന്നുണ്ട്. സോ ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസും അതേപോലെ കോളിങ്ങും ബാക്കി കാര്യങ്ങളും കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഈ ഒരു അപ്ഡേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചേഞ്ചസ് വന്നിരിക്കുന്നത് സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ പാച്ചസും അതേപോലെ ബഗ് ഫിക്സുമാണ്. നമ്മൾക്കറിയാവുന്ന പോലെ ഈ ഒരു 17.4.1 എന്ന് പറയുന്ന അടുത്ത ഡിസബിലിറ്റി വരുന്ന പുതിയ അപ്ഡേഷനിൽ നമുക്ക് പുതിയ ഫീച്ചേഴ്സോ ചേഞ്ചസോ അല്ല ആപ്പിൾ തരാറ്. ആ ഒരു ബഗ് ഫിക്സ് കറക്റ്റായിട്ട് ചെയ്യാനാണ് ആപ്പിൾ ശ്രമിക്കാറ്. സോ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുണ്ടായ ഒരു ബഗ്ഗായിരുന്നു കീബോർഡിൻ്റെ ഒരു ബഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്യുന്ന ആ ടൈമിൽ കീബോർഡ് ലാഗ് ആവുന്നു, അതേപോലെ ചില സമയത്ത് നിന്ന് പോകുന്നു. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ ഇഷ്യൂ ആപ്പിൾ ഈ അപ്ഡേഷനിൽ സോൾവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ കുറേ കൂട്ടർക്ക് വോളിയം ബ്രോക്കറിൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നമ്മൾ വോളിയം കൺട്രോൾ ചെയ്യാൻ നേരം കറക്റ്റായിട്ട് ആ ഒരു വോളിയം കറക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അതേപോലെ ഇപ്പോൾ വോളിയം കുറക്കാൻ നേരം ആ ഒരു വോളിയം കറക്റ്റായിട്ട് കുറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു ബഗ്ഗും iOS 17.4 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബഗ്ഗും ആപ്പിൾ ഈ ഒരു iOS 17.4.1 എന്ന അപ്ഡേഷനിൽ റിസോൾവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കുറേ കൂട്ടുകാർക്ക് ഈ പറയുന്ന വാട്സാപ്പിന് കുറേയധികം ബഗ്ഗുകൾ ഉണ്ടായിരുന്നു. അത് iOS 17.4ൻ്റെ ബഗ്ഗല്ല, വാട്സാപ്പിൻ്റെ ബഗ്ഗാണ്. അത് മെറ്റ പുതിയ അപ്ഡേഷൻ കൊണ്ടുണ്ട്. സോ വാട്സാപ്പ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുക. ആ ഒരു ബഗ്ഗും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് റിമൂവ് ആവുന്നതായിരിക്കും. അതേപോലെ പിന്നീട് വന്നിരിക്കുന്ന വേറൊരു അപ്ഡേഷനാണ് നമ്മുടെ എയർ ടാഗിൻ്റെ അപ്ഡേഷൻ എന്ന് പറയുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടാവില്ല. കാരണം ഇപ്പോൾ 1% ഓഫ് എയർ ടാഗ് യൂസേഴ്സിന് മാത്രമാണ് ആ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഈ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ എയർ ടാഗിൻ്റെ അപ്ഡേഷൻ മാനുവലി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിവൈസിൻ്റെ അടുത്ത് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു എയർ ടാഗ് അപ്ഡേറ്റ് ആവും. അതും ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഇപ്പോൾ ആ ഒരു ഫേംവെയർ അപ്ഡേഷൻ വന്നിട്ടുള്ളൂ. പതുക്കെയാണ് എല്ലാ എയർ ടാഗ് യൂസേഴ്സിനും ഈ പറയുന്ന അപ്ഡേഷൻ വരാനുള്ള ചാൻസ്. ഇനി ഈ ഒരു അപ്ഡേറ്റിന് ശേഷമുള്ള പെർഫോമൻസ് ചോദിക്കുകയാണെങ്കിൽ സ്മൂത്തായിട്ട് തന്നെയാണ് ഈ പറയുന്ന ഡിവൈസ് പോകുന്നത്. കാരണം നമ്മൾക്കറിയാം ഈ പറയുന്ന അപ്ഡേഷനിൽ ആപ്പിൾ പെർഫോമൻസും അതേപോലെ സെക്യൂരിറ്റി പാച്ചസ് ബഗ് ഫിക്സസ് ആപ്പിൾ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഡിവൈസിൽ എനിക്ക് സ്മൂത്തായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. ആപ്പ് ലൈബ്രറി എടുക്കാം, നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് ഈ പറയുന്ന ഓരോ ആപ്ലിക്കേഷൻസും റൺ ചെയ്യുന്നത്. ഇനി ക്യാമറ എടുക്കാം, ക്യാമറയും ഫാസ്റ്റാണ്. മ്യൂസിക് എടുക്കാം, മ്യൂസിക്കും അത്യാവശ്യം ഫാസ്റ്റാണ്. ഇനി നമുക്ക് ഈ പറയുന്ന വെതർ എടുക്കാം. വെതർ ആപ്പ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയതുകൊണ്ടാണ്. ആൻഡ് എന്നാലും അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഈ പറയുന്ന വെതർ ആപ്പ് ഓപ്പൺ ആയിട്ട്. ഇനി ആപ്പ് സ്റ്റോർ എടുക്കാം, ആപ്പ് സ്റ്റോറും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഫാസ്റ്റായിട്ട് തന്നെ ഓപ്പൺ ആയിട്ട്. നമ്മുടെ ഹെൽത്ത് ആപ്പ് എടുക്കാം, ഹെൽത്ത് ആപ്പും അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് ലോഡ് ആയിട്ടുണ്ട്. എല്ലാ ആപ്ലിക്കേഷൻസും കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടും അതേപോലെ ആ ഒരു സ്മൂത്ത്നെസ്സിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നുണ്ട്. സോ പെർഫോമൻസിലും അത്യാവശ്യം നല്ല മാറ്റം വന്നിട്ടുണ്ട്. സോ നമ്മുടെ ഗീക്ബെഞ്ച് സ്കോറിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ റിസൾട്ട് നോക്കാം. സിംഗിൾ കോർ എന്ന് പറയുന്നത് 1434ഉം മൾട്ടി കോർ എന്ന് പറയുന്നത്
2826 ആണ് ഈ പറഞ്ഞ iOS 17.4.1-ൽ നമുക്ക് ലഭിക്കുന്ന ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് A13 ബയോണിക് ചിപ്പിൽ iPhone 11-ൽ നമുക്ക് വന്നിരിക്കുന്നത്. അതേപോലെ തേർമൽ ഇഷ്യൂ പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ ഈ ഒരു ഡിവൈസ് ഈ ഒരു അപ്ഡേഷൻ ചെയ്ത് വരുമ്പോൾ ബൂട്ടപ്പ് ആകുമ്പോൾ അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ആയിട്ട് വരുമ്പോൾ ഒരു ചെറിയ ചൂട് ഇവിടെ വരും. അതൊരു ക്വയറ്റ് നാച്ചുറൽ പ്രോസസ്സാണ്, അത് ഓർത്ത് പേടിക്കേണ്ട. അതേപോലെ തന്നെ നിങ്ങളുടെ ഗെയിമിംഗ് ടൈമിലും ഫോൺ ചൂടാവുന്നത് അതും നോർമലായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇനി എൻ്റെ ബാറ്ററി ലൈഫ് നോക്കുകയാണെങ്കിൽ എൻ്റെ ബാറ്ററി ലൈഫ് ഇപ്പോൾ കുറച്ച് ഷോക്കാണ്. കാരണം ബാറ്ററി ഹെൽത്ത് ഇപ്പോൾ സർവീസ് ആയതുകൊണ്ട്, കാരണം ഞാൻ നല്ല രീതിക്കുള്ള ഗെയിമിങ് ഈ ഒരു ഡിവൈസിൽ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കാറുണ്ട്. അതേപോലെ ഇപ്പോൾ റിലീസായ കോൾ ഓഫ് ഡ്യൂട്ടിയുടെ വാർ സോണും ഞാൻ കളിക്കുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ഗെയിമിംഗ് ഉള്ളതുകൊണ്ട് തന്നെയാണ് എൻ്റെ ബാറ്ററി യൂസ് നന്നായിട്ട് കുറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇതേപോലെ ബാറ്ററി അല്ലെങ്കിൽ ഇതേപോലെ ഗെയിമിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാറ്ററി എന്തായാലും കുറയും. പക്ഷേ ഒരു നോർമൽ യൂസേജ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം എന്തായാലും ബാറ്ററി സൈക്കിളും അതേപോലെ ഈ ഒരു ബാറ്ററി ഹെൽത്തും നിങ്ങൾക്ക് നിലനിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾ ഈ ഒരു iOS 17.4.1 അപ്ഡേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഞാൻ പറയും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾക്കറിയാം ഈ ഒരു അപ്ഡേഷൻ ആപ്പിൾ ബഗ് ഫിക്സിനും സെക്യൂരിറ്റി പാച്ചിനുമാണ് തന്നിരിക്കുന്നത്. എന്നാൽ പോലും iPhone 13 സീരീസുള്ള കൂട്ടുകാർ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഫോളോ വീഡിയോ അല്ലെങ്കിൽ റിവ്യൂ വീഡിയോയിൽ നമ്മൾ ബാക്കി കാര്യങ്ങൾ പറയുന്നതായിരിക്കും. കാരണം അപ്ഡേഷൻ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നാണെങ്കിൽ അതിൻ്റെ പുറകെ ഓടാതിരിക്കാനാണ്. ഒന്ന് വെയിറ്റ് ചെയ്ത് ആ ഒരു ഫീഡ്ബാക്ക് അറിഞ്ഞിട്ട് മാത്രം നിങ്ങളുടെ പ്രൈമറി ഫോണിൽ ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതേപോലെ iOS 17.5-ൻ്റെ ബീറ്റ 1 മിക്കവാറും നമുക്ക് നെക്സ്റ്റ് വീക്കിൽ റിലീസാണ് ചാൻസ് ഉള്ളത്. പ്രോബബ്ലി നമ്മുടെ ഈ പറയുന്ന ആപ്പിൾ ഫ്രൈഡേസിൽ പുതിയ അപ്ഡേഷൻസ് കൊണ്ടുവരാറില്ല. ഒന്നെങ്കിൽ ഈ പറഞ്ഞ ട്യൂസ്ഡേസ് അല്ലെങ്കിൽ തേഴ്സ്ഡേസ്, ഈ 2 ദിവസങ്ങളാണ് ആപ്പിൾ പൊതുവെ അപ്ഡേഷൻസും ബാക്കി ഡീറ്റെയിൽസും അനൗൺസ്മെൻറ്റും കൊണ്ടുവരുന്നത്. സോ അടുത്ത വീക്കിൽ നമുക്ക് iOS 17.5-ൻ്റെ ബീറ്റ 1-ഉം അതേപോലെ പുതിയ ഐപാഡുകൾ ലഭിക്കാനും ചാൻസ് ഉണ്ട്. അതോടൊപ്പം നമ്മുടെ ജൂണിൽ നടക്കാൻ പോകുന്ന WW24-ൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് മിക്കവാറും ഏപ്രിൽ മാസത്തിൽ വരാനാണ് ചാൻസ് ഉള്ളത്. അങ്ങനെയും കുറച്ച് വിശേഷങ്ങൾ അടുത്ത വരുന്ന ദിവസങ്ങളിലും മാസങ്ങളുമായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ iOS 17.4-ൻ്റെ അല്ലെങ്കിൽ 17.4.1-ൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റ് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റിൽ ആപ്പിൾ പറഞ്ഞിരിക്കുന്നത് ഡീറ്റെയിൽസ് കമ്മിങ് സൂൺ എന്നാണ്. ഒരു ഡീറ്റെയിൽസോ ബാക്കി CVO ഒന്നും ആപ്പിൾ അവരുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് പെർട്ടിക്കുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്, പാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ഐഡിയ നമുക്കില്ല. നേരത്തെ iOS 17.4-ൽ വന്നിരിക്കുന്ന ബഗ് റിസോൾവ് ആയിട്ടുണ്ടെന്നുള്ള ആ ഒരു കാൽക്കുലേഷനിലാണ് എല്ലാ കൂട്ടരും ഇപ്പോൾ iOS 17.4.1 ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. റിവ്യൂ വീഡിയോയിൽ ഈ പറയുന്ന സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ ബാക്കി ഡീറ്റെയിൽസും നമ്മൾ പറയുന്നതാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 17.4.1-ൻ്റെ പുതിയ അപ്ഡേഷനുകളും മാറ്റങ്ങളും എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ എന്ന് വരുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ എന്തായാലും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേഷൻസ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Ebin Xavier signing from Epica.